158, 159, 160 വരെ പോകട്ടോ. 160 സ്പീഡിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടിയാണ് നമോ ഭാരത്, അതായത് RRTS. പുതിയൊരു സംഭവമാട്ടത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി മീററ്റ് RRTSലാട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി നമോ ഭാരത്. ഇതിപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഡൽഹി മീററ്റ് RRTS വന്നിട്ടുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച ഒരു പദ്ധതിയാണ് RRTS, അതായത് നമോ ഭാരത്. ഡൽഹി മീററ്റ് കോറിഡോർ, അതിലാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നോക്കിയാണ് എന്തായാലും ഒരു എയർപോർട്ടിലോട്ട് വന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഒരു അടിപൊളി സംഭവമാണ് ഈ ഒരു നമോ ഭാരത്. മെട്രോക്ക് പകരമായിട്ട് നമോ ഭാരത് എന്നാണ് ഈ ഒരു പുതിയ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. നമോ ഭാരത് RRTS, റാപ്പിഡ് റെയിൽ സിസ്റ്റം. ഇത് പ്രീമിയം കോച്ചാട്ടോ. പ്രീമിയം കോച്ചിലെ ആ ഒരു സീറ്റും കാര്യങ്ങളും നോക്കിയാണ്, ലെഗ് സ്പേസ്, അതേപോലെ ഫുട്രഷും കാര്യങ്ങളും. അതേ ഒരു വന്ദേ ഭാരതിന്റെ കോച്ച് എങ്ങനെയാണ് അതേ ഒരു രീതിയിലാണ് പ്രീമിയം കോച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റാൻഡേർഡ് കോച്ചാട്ടോ. ഒരു നമോ ഭാരതിൽ 6 കോച്ചുകളാണുള്ളത്. ഒരു പ്രീമിയം കോച്ച്, ഒരു ലേഡീസ് കോച്ച്, 4 സ്റ്റാൻഡേർഡ് കോച്ചുകൾ. സ്റ്റാൻഡേർഡ് കോച്ചിലെ സീറ്റ് ഇങ്ങനെയാട്ടോ. പ്രീമിയം കോച്ചിൽ വെൻഡിങ് മെഷീനും കൊടുത്തിട്ടുണ്ട്. പ്രീമിയം കോച്ചിന് സ്റ്റാൻഡേർഡിനേക്കാൾ ഏറെ 20 രൂപ കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താൻ ഈ ഒരു ട്രെയിനിൽ എടുത്ത സമയം വെറും 45 മിനിറ്റ് ആണ്. പ്രീമിയം കോച്ചിൽ 180 രൂപയാണ് ടിക്കറ്റ്. 3.5 മണിക്കൂർ ബൈ റോഡ് എടുക്കേണ്ട സമയമാണ് വെറും 45 മിനിറ്റ് കൊണ്ട് എത്തിയത്. നമ്മുടെ കേരളത്തിലേക്ക് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ എന്നാണോ വരിക? കോഴിക്കോട് ടു എറണാകുളം റൂട്ടിലേക്ക് ഒന്ന് വന്നാലേ ഉഷാറായിനി. അപ്പോൾ ഓക്കെ, നമോ ഭാരതിൽ യാത്ര ചെയ്തതിന് നന്ദി.